இந்த ஊர்ல கம்யூனிசம் அழியுமா? അഴിയുമാവാ മാറ്റിയ തത്വം അഴിയുമാ. മാർക്സിസം മരിച്ചു കാണാനാണ് ഞങ്ങളുടെ ശത്രുക്കൾ ആഗ്രഹിക്കുന്നത്. സത്യത്തിൽ ഞങ്ങൾ മാർക്സിസ്റ്റുകളും ആഗ്രഹിക്കുന്നത് അതുതന്നെ. മുതലാളിത്തത്തിന്റെ രോഗാതുരതയ്ക്കുള്ള ചികിത്സാ പദ്ധതിയാണ് മാർക്സിസം. ഏറ്റവും നല്ല ബിഷഘുരന്മാരെ പോലെ രോഗമില്ലാത്ത ലോകമാണ് ഞങ്ങളുടെയും ഉറക്കം കെടുത്തുന്ന സ്വപ്നം. മുതലാളിത്തം ജന്മം നൽകിയ രോഗപീഠകളിൽ നിന്ന് മനുഷ്യവംശം മോചനം നേടിയാൽ ഞങ്ങൾക്കും അവസാനിക്കാത്ത കമ്മിറ്റി യോഗങ്ങൾ നിർത്തിവെച്ച് കടപ്പുറത്തിരുന്ന് കാറ്റുകൊള്ളുകയോ സംഗീതശാലകളിൽ കുടുംബത്തോടൊപ്പം ചെലവഴിക്കാനോ സാധിക്കുമല്ലോ. എന്നാൽ മുതലാളിത്തത്തിന്റെ രോഗാതുരതകൾ അണമുറിയാതെ രശനിപാതം പോലെ മനുഷ്യന് മേൽ പെയ്തിറങ്ങുമ്പോൾ തൽക്കാലത്തേക്കെങ്കിലും മാർക്സിസത്തെ മരിക്കാൻ ഞങ്ങൾ അനുവദിക്കുന്നില്ല. ടെറി ഈഗിൾട്ടൺ വൈ മാർക്സ് വാസ് റൈറ്റ് എന്ന പുസ്തകത്തിൽ വിളക്കിച്ചേർത്തിയ വരികൾ അന്വർത്ഥമാകുന്നു. തങ്ങൾക്ക് മേൽ ബന്ധിക്കപ്പെട്ട ചെങ്ങലകളെ മഞ്ഞുതുള്ളികൾ പോലെ കുടഞ്ഞെറിയാനും പണിയെടുത്തു പൊട്ടിയ കൈകളെ ദന്തഗോപുരങ്ങൾക്ക് നേരെ മുറുകിയുയർത്താനും കരുത്തു പകർന്നത് മാർക്സ് എന്ന മനുഷ്യന്റെ ദർശനങ്ങളാണ്. ട്രയറിലെ അതിസമ്പന്ന കുടുംബത്തിൽ ജനിച്ചിട്ടും ചേരികളിൽ അയാൾ അന്തിയുറങ്ങിയതും പട്ടിണി കാർന്നു തിന്നതും രോഗം കൊണ്ട് വലഞ്ഞതും ചൂഷിതരായ തൊഴിലാളികൾക്ക് വേണ്ടിയായിരുന്നു. ചേരികളിലും ചാളകളിലും പട്ടിണി കൊണ്ട് പിടഞ്ഞു വീഴുന്ന അവരുടെ വിമോചനത്തിനു വേണ്ടിയായിരുന്നു. വിശന്നലറിക്കരയുന്ന തന്റെ കുഞ്ഞിന്റെ ചുണ്ടിലേക്ക് പട്ടിണി കൊണ്ട് ഒട്ടിപ്പോയ ജെന്നിയുടെ മുലഞ്ഞെട്ടിൽ നിന്നും ചോര പൊടിഞ്ഞു വീഴുന്നത് കണ്ട് അന്ന് ആ മനുഷ്യൻ തളർന്നു വീണിരുന്നെങ്കിൽ മുതലാളിത്തം എന്ന മഹാവ്യാധിക്ക് മറുമരുന്നിനായി ലോകം ഇന്നും പരതുമായിരുന്നു. ആ മനുഷ്യൻ ചേർത്തുവെച്ച അക്ഷരങ്ങളിൽ നിന്നുമാണ് മനുഷ്യൻ വിമോചനത്തിന്റെ ആയുധമേന്തിയത്. സ്വേച്ഛാധിപതികളും ഏകാധിപതികളും നിലം പൊത്തിയതും ഒക്ടോബർ വിപ്ലവത്തിനും അതിനുശേഷം ഏഷ്യയിലും ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും കരീബിയയിലുമുള്ള രാഷ്ട്രങ്ങൾ കൊളോണിയലിസത്തെ കൊന്നു കുഴിച്ചുമൂടിയതിനും കാരണമായ വിമോചന പോരാട്ടങ്ങൾക്ക് ചോരയും നീരുമായത് ആ മനുഷ്യദർശനമാണ്. മാർക്സിനോട് ലോകം കടപ്പെട്ടിരിക്കുന്നു. കാരണം അയാൾ വിശന്നിരുന്ന് കണ്ട സ്വപ്നങ്ങളിൽ പിറന്നു വീഴാനാണ് ചൂഷിതരായ തൊഴിലാളികൾ ഇന്നും കിനാവ് കാണുന്നത്.